ഒരിക്കൽ പൊന്മള ഉസ്താദിനെ ന്യായീകരിച്ച് വഹാബികളെ വെല്ലുവിളിച്ച നൗഷാദ് ഇപ്പോൾ ഓന്തിനെ പോലെ നിറം മാറുന്നത് ആർക്കു വേണ്ടിയാണ്? പൊന്മള ഉസ്താദിനെ ന്യായീകരിച്ച് വഹാബികളോട് തർക്കിക്കുന്ന നൗഷാദിനെ കാണുക. പിരിച്ചുവിട്ട് നിങ്ങൾ പോകണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പിന്നെ തെളിവ് മുട്ടിയാ മൂപ്പര് പൊന്മള ഉസ്താദും എന്നെയും പറയും. ഞാൻ പറയുന്നു അൽഹംദുലില്ലാഹ്, ഈ സംവാദം എനിക്ക് കിട്ടിയ അവസരം തന്നെയാണ്. നിങ്ങളത് ചോദിച്ചതിന് നന്ദി പറയുകയാണ്. ഞാൻ വ്യക്തമാക്കുന്നു, ഞാൻ മഅസൂമല്ല. എന്റെ കയ്യിൽ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ എന്നെ ഉപദേശിക്കേണ്ടത് എന്റെ ഉസ്താദുമാര് തന്നെയാണ്. അവർക്ക് എന്നെ ഉപദേശിക്കാം, എന്നെ അടിക്കാം, എന്നെ ശിക്ഷിക്കാം, എന്നെ പുറത്താക്കാം, എന്നെ അകത്താക്കാം. മുജാഹിദുകൾ അതിൽ ഇടപെടേണ്ടതില്ല. പിന്നെ പൊന്മള ഉസ്താദ് പറഞ്ഞത് ഇനിയെങ്കിലും പഠിച്ചോ, റാത്തിയായി റസൂലുള്ളാഹിക്ക് ചില ഖുസൂസിയത്തുണ്ട്, നെയ്യൽ പോലെയുള്ളത്. അത് വഫാത്തിന് ശേഷം തുടരുമോ ഇല്ലേ എന്ന ചർച്ചയിലാണ് അത് പറഞ്ഞത്. അത് ഇനി ഞങ്ങൾ പഠിപ്പിച്ചു തരാം. ഖുർആനും തിരിഞ്ഞിട്ടില്ല, ഹദീസും തിരിഞ്ഞിട്ടില്ല, തിരിഞ്ഞിട്ടില്ല, തിരിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളെ ഉസ്താദുമാർ ഇൻഷാ അല്ലാഹ് അവര് ഞങ്ങളെ എന്ത് ചെയ്താലും 100% ഞങ്ങളത് അംഗീകരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ ഒന്നും സംഭവിക്കുകയില്ല. ഇൻഷാ അല്ലാഹ് സ്വർഗത്തിൽ ഞങ്ങൾ കടക്കുമ്പോഴും ഞങ്ങളെ വന്യരായ മഹാന്മാരുടെ കൂടെ, ആലിമീങ്ങളുടെ കൂടെ, ഉസ്താദുമാരുടെ കൂടെ ഞങ്ങൾ കടക്കും. സ്വർഗത്തിൽ റസൂലുള്ളാഹിന്റെ ദിവാറിൽ തന്നെ അസ്അലുക മുറാഫഖതക യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞ ആ ഹബീബിന്റെ സ്വർഗം ഞങ്ങളെ ഉസ്താദുമാരെ അടുത്തേക്ക് എത്താൻ പോലും നിങ്ങൾ കുല്ലുഹും മജ്മഅൻ കൂടിയാൽ കഴിയൂല മക്കളെ. അതുകൊണ്ട് ധൈര്യത്തിൽ ഞങ്ങൾ പാടുന്നു. ارتكبت على الخطا غير حسد وعدد لك أشكو فيه يا سيدي خير النبي. الله قبول ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും. ذاتിയായ നബി തങ്ങൾക്കുള്ള ഖുസൂസിയത്ത് തുടരുമോ ഇല്ലയോ എന്ന ചർച്ചയിലാണ് പൊന്മള ഉസ്താദ് നിഴലിന്റെ വിഷയം പറഞ്ഞത് എന്ന് വാദിക്കുന്ന നൗഷാദെ, ഇപ്പോൾ താങ്കൾക്ക് ഇരട്ടമുഖമല്ലേ, കപടമുഖമല്ലേ? കുരുവട്ടൂരിയൻ ശേഖിനെ എതിർത്തതിന്റെ പേരിലല്ലേ പേരോട് ഉസ്താദിനെതിരെയും പൊന്മള ഉസ്താദിനെതിരെയും താങ്കൾ കുതിര കയറുന്നത്? താങ്കളുടെ പ്രസംഗങ്ങൾ തന്നെ താങ്കൾക്ക് മറുപടി പറയും നൗഷാദ് മൗലവി.